ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. എന്ത് കോപ്പിലെ പരിപാടിയാണോ ഇത്? ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ സംസ്ഥാനത്തിൻ്റെ പേര് പറഞ്ഞ് ഈ രാജ്യം മൊത്തം ബഹളം ഉണ്ടാക്കുന്ന ഒരാളല്ലേ? ആ മര്യാദ കാണിക്കണമായിരുന്നു. തന്ന പൈസക്ക് മാത്രം മര്യാദ കാണിച്ചാൽ പോരാ. ഒരാൾ പ്രസംഗിക്കുന്ന സമയം അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയിക്കഴിഞ്ഞാൽ പറഞ്ഞ സമയം 2 മണിക്കൂറാണെന്നുണ്ടെങ്കിൽ ആ 2 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ എണീറ്റ് പോകുന്നു എന്ന് പറയുന്നത് എത്ര മോശമായൊരു കാര്യമാണ്. നിങ്ങളുടെ സ്വന്തം സംസ്ഥാനക്കാരനല്ലേ ഇയാൾ? മറ്റൊരാൾ നമ്മുടെ രാജ്യത്തേക്ക് വന്ന സമയത്ത് ഇങ്ങനെ അപമാനിക്കുന്ന ഒരുമാതിരി മറ്റേടത്തെ കോപ്പിലെ പരിപാടി ഉണ്ടല്ലോ, അത് ഞങ്ങൾ മോദിജി എടുത്ത് വേണ്ട. വളരെ മോശമായിപ്പോയി. ഒരു സായിപ്പിൻ്റെ അടുത്ത് നമ്മുടെ മോദിജിയെ നിങ്ങൾ മോങ്ങിജിയാക്കി മാറ്റിയില്ലേ? വല്ലാത്ത വിഷമമുണ്ട്. നല്ല മനോഹരമായ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയം, മനോഹരമായ ഇരിപ്പിടങ്ങൾ, അവിടെ ഇത്തിരി വെയിൽ കൊണ്ട് നിങ്ങൾ കറുത്തു പോകുമെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം അവിടെ ഓക്കെ അല്ലേ? പറഞ്ഞത് ശരി, പറഞ്ഞത് ഞങ്ങൾ 2 മണിക്കൂറാണ്. ഒരു അരമണിക്കൂർ നമ്മുടെ മോദിജിക്ക് കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്ത് പ്രശ്നമാണുള്ളത്? 2 മണിക്കൂറിൻ്റെ പൈസയാണ് തന്നത്, ശരി, ഞങ്ങളത് സമ്മതിക്കുന്നുണ്ട്. പക്ഷേ മോഡിജി ഒരു അരമണിക്കൂർ കൂടുതൽ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ എന്ത് കോപ്പിലെ പരിപാടിയാണ് ഈ കാണിക്കുന്നത്? പറഞ്ഞു വരുന്നത്, ഗുജറാത്തിലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നമ്മുടെ നരേന്ദ്രമോദിക്ക് ട്രംപ് സായിപ്പിരുന്നപ്പോൾ കിട്ടിയ ഒരു 8ന്റെ പണിയെക്കുറിച്ചാണ്. ട്രംപണ്ണൻ പ്രസംഗിക്കുമ്പോൾ പ്രസംഗിക്കുന്നത് എന്താണെന്നറിയാതെ വേദിയിലുള്ളവരിൽ മിക്കവരും ഇങ്ങനെ നോക്കിയിരുന്നു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അത് ട്രംപണ്ണനെയല്ല, മറിച്ച് ദേശീയ മാധ്യമങ്ങളിൽ ചിലർ ഈ കാര്യം മുൻകൂട്ടി അറിഞ്ഞ് ട്രംപണ്ണന്റെ പരിപാടി ഹിന്ദിയിലേക്ക് തർജ്ജിമ ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ട്രംപണ്ണനെ നോക്കാതെ അവർ മൊബൈലിൽ നോക്കിയിരുന്ന് അത്യാവശ്യം എന്താണ് പറഞ്ഞതെന്ന് ഹിന്ദിയിലെങ്കിലും മനസ്സിലാക്കാമെന്ന രീതിയിലാണ് അവരവിടെ വേദിയിലിരുന്നത്. പക്ഷേ ട്രംപണ്ണന്റെ പ്രസംഗം കഴിഞ്ഞ് തങ്ങളുടെ മാതൃഭാഷയിൽ തന്നെ ഒരു വെച്ചുകീറ് നടത്തുന്ന മോദി അണ്ണൻ എണീറ്റ് വന്നപ്പോൾ ഗുജറാത്തുകാർ അവരുടെ തനി സ്വഭാവം കാണിച്ചു. അവരുമെല്ലെ ഓരോന്നോരോന്നായി പിന്നോട്ട് പോകാൻ വേണ്ടി തുടങ്ങി. മോദിയുടെ പ്രസംഗ സമയത്ത് ഒരാൾ പോലും നേരാവണ്ണം വേദിയിലുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതായത് മുൻനിരയിൽ സ്വാഭാവികമായിട്ടും വിളിച്ചു വരുത്തിയ അതിഥികൾ ഉണ്ടായേക്കാം, പക്ഷേ പിന്നിലുള്ള വലിയ ഗാലറിയിൽ ആരും ഉണ്ടായിരുന്നില്ല. അതായത് എണ്ണത്തിൽ വളരെ കുറവായിട്ടുള്ള ആളുകൾ മാത്രമേ വേദിയിൽ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എണീറ്റ് പോയി എന്നുള്ളതാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ട്രംപണ്ണന് മുന്നിൽ മോദി പ്രസംഗിക്കുമ്പോൾ ഒരാൾ പോലും മോദിയുടെ പ്രസംഗം കേൾക്കാൻ തയ്യാറായില്ല. എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം നാട്ടുകാരാണ്, സ്വന്തം സംസ്ഥാനക്കാരാണ്, സ്വന്തം പാർട്ടിക്കാരാണ്. വല്ലാത്തൊരവസ്ഥയായിപ്പോയി. ഇത് പറഞ്ഞത് പബ്ലിക് കേരളയല്ല, അന്താരാഷ്ട്ര മാധ്യമമായിട്ടുള്ള CNN വളരെ വ്യക്തമായി പറയുന്നുണ്ട്, മോദി പ്രസംഗിക്കുമ്പോൾ വേദിയിൽ ആളുകളുടെ എണ്ണം കുറവായിരുന്നു, വേദിയിൽ നിന്ന് പലരും എണീറ്റ് പോയി എന്നുള്ളതാണ്. ഈ തള്ളു കേട്ടിട്ട് മടുത്തു കാണും. കുറെ കാലങ്ങളായി ഇതേ തള്ളാണല്ലോ ഈ മോങ്ങിജി തള്ളിക്കൊണ്ടിരിക്കുന്നത്. ആ തള്ളു കേട്ടിട്ട് ഇവന്മാർക്ക് തന്നെ കലിപ്പളി കേട്ടുണ്ടാകും. പക്ഷേ അതിൽ BJP പ്രവർത്തകരുണ്ടെങ്കിൽ പോലും അതിൽ പണം വാങ്ങിയിട്ട് വന്ന കുറച്ച് ആളുകളുണ്ടല്ലോ, നമ്മളെ ഇവന്റ് മാനേജ്മെന്റ് പരിപാടി, അതായത് പണം കൊടുത്തിട്ട് വേദിയിലേക്ക് കയറ്റിയിരുത്തുന്നു. 2 മണിക്കൂറാണ് അവർക്ക് കൊടുത്ത സമയം. ആ 2 മണിക്കൂർ കഴിഞ്ഞപ്പോൾ അവന്മാർ എണീറ്റ് പോയി. പക്ഷെ ഇത് അന്താരാഷ്ട്ര മാധ്യമമായിട്ടുള്ള CNN എന്താണ് വിചാരിക്കുന്നത്? ഇത് BJP പ്രവർത്തകരാണ് എന്നുള്ളതാണ്. പക്ഷേ CNN നമുക്ക് ഈ കാര്യം വ്യക്തമാക്കുന്നത് നാണക്കേടാണല്ലോ. കാരണം അന്താരാഷ്ട്ര തലത്തിൽ അറിയേണ്ട നമ്മുടെ മോദിജിയുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടിയിട്ട് തട്ടിക്കൂട്ട് നാടകം നടത്തിയിട്ട് ഇവന്റ് മാനേജ്മെന്റ് ടീമിനെ കൊണ്ടുവന്ന് ഇരുത്തിയതാണെന്ന് ഇനി അന്താരാഷ്ട്ര മാധ്യമം അറിയേണ്ട. അത് നമ്മൾ തന്നെ അറിഞ്ഞാൽ മതി. നമ്മുടെ രാജ്യം നാറുന്നുണ്ടെങ്കിൽ അത് ഇവിടെ തന്നെ നാറിയിട്ട് തീരട്ടെ എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എന്തായാലും അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് ഒരു കാര്യം വ്യക്തമായി, മോദിജിയോട് പ്രസംഗത്തിനോട് ഇപ്പോൾ ഗുജറാത്തുകാർക്കും വലിയ കമ്പമില്ല. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ.